ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഡിസംബർ ഒക്കെ ആവാറായല്ലോ. അപ്പോൾ ഇനി അങ്ങോട്ട് ഒരു കളർഫുൾ സീസൺ ആയിരിക്കും. ചാനൽ തുടങ്ങിയപ്പോൾ തൊട്ട് ക്രിസ്മസിന് വേണ്ടി ഒരു മേക്ക് ഓവർ ചെയ്യണമെന്ന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. ഒന്നാമത്തെ കാര്യം, ഡിസംബർ എൻ്റെ ഫേവറേറ്റ് മന്താണ്. ക്രിസ്മസ് ആയതുകൊണ്ട് മാത്രമല്ല, എൻ്റെ ബർത്ത്ഡേ മന്ത് ആയതുകൊണ്ട് തന്നെ എനിക്കത് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള സാധനമാണ്. രണ്ടാമത്തേത്, പണ്ട് തൊട്ട് ഈ ഹോം അലോൺ പോലത്തെ മൂവീസൊക്കെ കാണുമ്പോൾ എനിക്കും അങ്ങനെയൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ക്രിസ്മസിന് വേണ്ടിയുള്ള ഒരു ഡെസ്ക് ഡെക്കോർ വീഡിയോ ആണ്. ആൻഡ് ഗൈസ്, ഇതിനകത്ത് മോസ്റ്റ് ഓഫ് ദി സാധനങ്ങൾ ഞാൻ DIY ആയിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഫുള്ള് കാണാൻ മറക്കണ്ട. ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ആ ഡെസ്കിൻ്റെ ഫസ്റ്റത്തെ ഒരു ലുക്ക് പോലും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നില്ല. ആദ്യം തന്നെ എൻ്റെ ഡെസ്കിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ കുറച്ച് പോസ്റ്റേഴ്സ് ഒക്കെ ഒട്ടിച്ച ഒരു ബോർഡ് ഉണ്ടായിരുന്നു. അത് ഞാൻ ആദ്യം വിചാരിച്ചെടുത്ത് മാറ്റാമെന്നായിരുന്നു. പക്ഷെ അപ്പോൾ നമ്മുടെ ഭിത്തി ഭയങ്കര അങ്ങ് പ്ലെയിൻ ആയി പോകും. ഇത് ശരിക്കും ഒരു ക്യാൻവാസ് ബോർഡായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിൻ്റെ ബാക്ക് സൈഡിൽ കുറച്ച് ബുക്സിൻ്റെ ഒക്കെ പേപ്പർ ഒട്ടിച്ചിട്ട് വല്ല ഡിസൈൻ ചെയ്യാമെന്ന് വിചാരിച്ചെങ്കിലും എൻ്റെ ഈ ഒരു ജിഞ്ചർ ബ്രെഡ് ഹൗസിൻ്റെ 2 ഡെക്കോ ഇരിപ്പുണ്ടായിരുന്നു. അത് ഞാൻ നേരത്തെ ഒരു ക്രാഫ്റ്റിന് വേണ്ടി ഉണ്ടാക്കിയപ്പോൾ ബാക്കി വന്നതാണ്. അത് 2 ഒട്ടിച്ചു കൊടുത്തു. അത് 2 ഒട്ടിച്ചു കഴിഞ്ഞപ്പോൾ കുറച്ച് കളർ പ്ലെയിൻ ആയതുകൊണ്ട് ഒരു റെഡ് കളറിലുള്ള ബോയും കൂടെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ക്രിസ്മസിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഡെക്കോറാണല്ലോ ഇങ്ങനത്തെ ഗാർലൻഡൊക്കെ കാണുന്ന കൗണ്ടേഴ്സിലും കൗണ്ടർ ടോപ്പിലൊക്കെ ഇങ്ങനെ വെക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഗാർലൻഡും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആദ്യമായിട്ട് ഞാൻ വെക്കുന്നത് ഈ ഒരു ബോട്ടിൽ ക്ലീനറിൻ്റെ ഒരു ട്രീ ആണ്. അതിൻ്റെ ലിങ്ക് വേണ്ടവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. രണ്ടാമത്തേത് ഈ ഒരു പിയറിൻ്റെ ഷേപ്പിലുള്ള ലാമ്പ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അതിന് കുറച്ചുകൂടെ ഒരു ക്രിസ്മസി വൈബ് കിട്ടാൻ വേണ്ടി എൻ്റെ ഒരു ടെഡ്ഡി ബിയറിന് ഇങ്ങനെ ഒരു ക്ലോത്ത് ഉണ്ടായിരുന്നു, ഒരു റെഡ് കളറിൽ. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിന് ഇട്ട് കൊടുത്താൽ നല്ല ഭംഗി ഉണ്ടാവുമെന്ന്. ആൻഡ് ഇട്ട് കൊടുത്തപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ഫിറ്റ് ചെയ്യുന്നുണ്ട്. ഇടയ്ക്ക് മുഖം അങ്ങ് കയറി പോകുന്നുണ്ട്. പക്ഷേ മൊത്തത്തിൽ ഡെസ്കിൽ വെച്ചപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അടുത്ത ഞാൻ ഈ ഒരു പ്ലാന്റാണ് വെച്ച് കൊടുക്കുന്നത്. ഇത് വെക്കണം എന്ന് എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ ഗ്രീനും വൈറ്റും ആയതുകൊണ്ട് തന്നെ ഈ ഒരു തീമുമായിട്ട് നല്ല രീതിയിൽ അത് ചേർന്ന് പോകുന്നുണ്ടായിരുന്നു. ശരിക്കും അത്ര അടിപൊളി പ്ലാന്റ് ഒന്നുമല്ല. ഞാൻ ജസ്റ്റ് കുറച്ച് ലീവ്സ് വെട്ടി ഒരു പോട്ടിനകത്ത് ഇട്ട് വെച്ചേക്കണതാണ്. പിന്നെ അടുത്തായിട്ട് ഞാൻ വെക്കുന്നത് ഒരു ഓർഗനൈസറാണ്. ആക്ച്വലി ഇത് ഞാൻ ഓർഗനൈസർ ഒന്നും വെച്ച് ചെയ്യണമെന്ന് വിചാരിച്ച ഒരു മേക്ക് ഓവർ അല്ല. പക്ഷേ ഈ ഒരു സാധനം നല്ല രീതിയിൽ ഇതിൻ്റെ കൂടെ അങ്ങ് സിങ്ക് ആവുന്നുണ്ടായിരുന്നു. ഇത് നമ്മുടെ ഈ ഫോണിൻ്റെ ഒരു ബോക്സ് വെച്ച് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഓർഗനൈസറാണ്. അതിൻ്റെ ഫ്രണ്ടിൽ ഞാനിങ്ങനെ ഒരു റെഡ് കളറിൽ ഗ്രിഡ് ലൈനാണ് ഒട്ടിച്ചു കൊടുത്തേക്കുന്നത്. അത് ഞാൻ ആ ഗാർലൻഡിൻ്റെ പുറകെ വെച്ച് നോക്കിയെങ്കിലും അപ്പോൾ കുറച്ച് കൺജസ്റ്റഡ് ആയിട്ടിരിക്കുന്ന പോലെ തോന്നി. അപ്പോൾ ഞാൻ അത് ഫ്രണ്ടിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു പെന്നും പെൻസിലും ഒക്കെ വെച്ച് കൊടുക്കാം. ഇതെല്ലാം ഞാൻ ക്രിസ്മസ് ക്രാഫ്റ്റ് സീരീസ് എന്ന് പറഞ്ഞ് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവർക്ക് വേണ്ടി ചെറുതായിട്ടൊന്ന് പറയാം. ആദ്യം ഞാൻ പറയാൻ പോകുന്നത് ക്രിസ്മസ് ട്രീയുടെ ഷേപ്പിലുള്ള പെൻസിലിനെ പറ്റിയാണ്. ആദ്യം നമുക്ക് ഒരു ഗ്രീൻ കളറിലുള്ള പേപ്പറും പെൻസിലും മാത്രം മതി. പേപ്പർ എടുക്കുക, ക്രിസ്മസ് ട്രീയുടെ ഷേപ്പിൽ വെട്ടുക, അങ്ങനെ 2 വേണം. പിന്നെ മറ്റേ പെൻസിലിൻ്റെ ചുറ്റും മൊത്തത്തിൽ ആ ഗ്രീൻ കളർ ചുറ്റി കൊടുക്കുക. പിന്നെ ഒരു ഡെക്കറേഷന് വേണ്ടി മുകളിലൊരു സ്റ്റാറും ഒരു റിബണും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അത്രേ ആ ക്രിസ്മസ് ട്രീയുടെ പെൻസിലിനെ പറ്റി പറയാനുള്ളൂ. പിന്നെ ഈ ഒരു പേനയാണ്. ഇത് ഞാൻ കുറേ നാളായിട്ടെന്നല്ല, ഈ ക്രിസ്മസ് ഡെക്കോർ എന്നൊക്കെ പറയുമ്പോൾ തന്നെ പിൻട്രസ്റ്റിൽ വരുന്നൊരു സാധനമാണ് ഈ ഒരു ക്യാൻഡി കെയിൻ. അപ്പോൾ ഇതൊരെണ്ണം ഉണ്ടാക്കണം എന്ന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കിയത് നമ്മുടെ ഫോം ക്ലേ വെച്ചാണ്. ജസ്റ്റ് ക്ലേ ആ ഷേപ്പിലാക്കുക. അതിൻ്റെ അറ്റത്തായിട്ട് ഇങ്ങനെ ഒരു വളഞ്ഞ സാധനം കൂടെ വെക്കുക. അത് മൊത്തത്തിൽ ഉണങ്ങി കഴിയുമ്പം റെഡും വൈറ്റും സ്ട്രൈപ്സ് വെച്ച് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഒരു പേനയും നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്ക് ഈ ക്രാഫ്റ്റിൽ ഉണ്ടാക്കി വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് അത്. ഇനി ഞാൻ വെക്കുന്നത് റെഡ് കളറിലുള്ള ഒരു വുഡൻ ക്രേറ്റ് ആണ്. ഇത് നമ്മൾ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ കളറിലുള്ള ഞാൻ പോസ്റ്റ് ചെയ്തിട്ടില്ല. ഞാൻ ഒരു ബീച്ചിൻ്റെ വൈബിലുള്ളതാണ് പോസ്റ്റ് ചെയ്തേക്കുന്നത്. ഐസ്ക്രീം സ്റ്റിക്ക് എടുക്കുക. അതിൻ്റെ അറ്റത്തെ കോർണറൊന്നും നമുക്ക് ആവശ്യമില്ല, അതൊക്കെ വെട്ടിക്കളയുക. പിന്നെ നമ്മൾ ലെങ്ത്ത് കുറച്ചും കൂട്ടി 4 സൈഡ് ഉണ്ടാക്കിയെടുക്കുക, അത്രയേ ഉള്ളൂ. അതെല്ലാം കൂടെ കാർഡ്ബോർഡ് ബേസിലേക്ക് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും പണി ഉണ്ടായിരുന്നുള്ളൂ ഈ സാധനം ഉണ്ടാക്കാൻ. അന്ന് ഞാൻ കുറച്ച് പെയിൻറ്റിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് നല്ല അടിപൊളി ഐറ്റം ആയതുകൊണ്ട് ഞാൻ ഒരെണ്ണം കൂടെ ഉണ്ടാക്കിയതാണ് ഇത്. ഇത് ഞാൻ മൊത്തത്തിൽ ഒരു റെഡ് കളറായിരുന്നു അടിച്ചിട്ടുണ്ടായിരുന്നത്. അന്ന് ക്രിസ്മസ് എന്നൊക്കെ പറഞ്ഞ് ചെയ്തതൊന്നും അല്ല, പക്ഷേ റെഡ് കളർ ആയതുകൊണ്ട് ഇന്ന് മാച്ച് ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് എടുത്തുകൊണ്ട് വന്നതാണ്. അതിനകത്ത് ഞാൻ എൻ്റെ പണ്ടത്തെ ഒരു സാന്റാക്ലോസിൻ്റെ ഒരു ഗ്ലാസ് ഉണ്ട്, അതും കുറച്ച് സാധാ ക്രാഫ്റ്റ് ചെയ്യുമ്പോൾ എടുക്കുന്ന കുറേ സാധനങ്ങളുമാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ക്രാഫ്റ്റ് ചെയ്യുന്ന കാര്യമൊക്കെ പറയുമ്പോഴാണ്, എന്തായാലും കോളേജൊക്കെ തുടങ്ങാൻ പോവാണ്. അപ്പോൾ ഇനി ഇങ്ങനത്തെ ക്രാഫ്റ്റൊക്കെ അധികം ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടായിരുന്നു ഈ വീഡിയോ ഞാൻ പെട്ടെന്ന് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ ഇങ്ങനെ ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റാണ് വെച്ച് കൊടുക്കുന്നത്. ഞാൻ ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതായിരുന്നു. ഈ റെഡും ഗ്രീനും ആയതുകൊണ്ട് ഈ തീമിന് നന്നായിട്ട് ചേരുമെന്ന് തോന്നി. അതിൻ്റെ ചുറ്റും ഞാൻ ഒരു കളർഫുൾ ലൈറ്റോട് പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ചാനലിൽ പോസ്റ്റ് ചെയ്തൊരു സ്നോ ഗ്ലോബും. പിന്നെ ഇത് ഇതുവരെ പോസ്റ്റ് ചെയ്തിട്ടില്ല. ഞാൻ ഭയങ്കര സിമ്പിൾ ആയതുകൊണ്ട് പോസ്റ്റ് ചെയ്യേണ്ടാന്ന് വെച്ചതാണ്. ജസ്റ്റ് ഒരു ജിഞ്ചർ ബ്രെഡ് മാൻ്റെ ഷേപ്പിൽ ഒരു ട്രിങ്കറ്റ് ഡിഷ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അടുത്തായിട്ടുള്ളത് ഈ ഒരു ക്യാൻഡിലാണ്.
ഈ ഒരു ക്യാൻഡിൽ ഞാൻ മൊത്തത്തിൽ ജസ്റ്റ് ഒന്ന് പെയിൻറ് ചെയ്ത് കൊടുത്താൽ ഒരു ക്രിസ്മസ് വൈബ് കിട്ടാൻ വേണ്ടി. ഇനിയപ്പോൾ നമ്മൾ കുറച്ച് ഗാർലൻഡ് ഒക്കെ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, അതിലേക്ക് കുറച്ച് ഓർണമെൻറ്റ്സ് കൂടെ പിടിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. അത്രയും കഴിഞ്ഞപ്പോൾ നമ്മുടെ ഡെസ്കിൻ്റെ പരിപാടി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ വാളിൽ ഇട്ടേക്കേണ്ട സാധനം, ഇതിൻ്റെ വീഡിയോ ഞാൻ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനായിട്ട് മൊത്തത്തിൽ നമുക്ക് കുറച്ച് കാർഡ്ബോർഡും കുറച്ച് റിബണും മാത്രം മതി. കുറച്ച് കാർഡ്ബോർഡ് എടുക്കുക, ഇങ്ങനെ ഹൗസിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. പിന്നെ കാർഡ്ബോർഡിൻ്റെ കളർ തന്നെ നമുക്ക് വേണ്ടതുകൊണ്ട് ഒരുപാട് പെയിൻറ്റിട്ടൊന്നും ആവശ്യമില്ല, ആകെ വൈറ്റ് പെയിൻറ്റ് മാത്രം മതി. അങ്ങനെ ഈ ജിഞ്ചർ ബ്രെഡ് ഹൗസിനൊക്കെ അടിച്ചു കഴിഞ്ഞാൽ കുറേ ഡിസൈൻ കിട്ടും. അതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഡിസൈനൊക്കെ അടിച്ചു കൊടുക്കുക. ഈ ഒരു സാധനം തന്നെയാണ് ഞാൻ ആ ബോർഡിൽ അതിങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇനി ഇതെല്ലാം കൂടെ ഒരു ത്രെഡ് വെച്ച് കണക്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം ഞാൻ ഇതെല്ലാം വെച്ച് കഴിഞ്ഞ് മൊത്തത്തിൽ മറ്റേ ഒരു കളർ ലൈറ്റ് കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയൊക്കെയുള്ളൂ നമ്മുടെ മേക്ക് ഓവർ. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇനി ഇങ്ങനത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഡെസ്കിൻ്റെ മൊത്തത്തിലുള്ള ലുക്ക് കാണാം.